ഇനി നമുക്കൊന്ന് മൂവാറ്റുപുഴയിലേക്ക് പോകാം. അവിടുത്തെ ഒരു വിശേഷമാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ക്രെഡിറ്റ് സ്വന്തമാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? അത്തരത്തിലൊരു സംഭവം മൂവാറ്റുപുഴയിലും ഉണ്ടായി. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ഒരേ റോഡ് മാറി മാറി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് LDFും UDFും. മൂവാറ്റുപുഴയിലെ റോട്ടറി റോഡാണ് 1 മണിക്കൂർ ഇടവേളയിൽ രണ്ട് പാർട്ടികളും ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ 34 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പൊട്ടിപ്പൊളിഞ്ഞ് താറുമാറായി കിടന്നിരുന്ന മൂവാറ്റുപുഴയിലെ റോട്ടറി റോഡ് വൺ വേ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് എവറസ്റ്റ് ജംഗ്ഷനിലാണ് റോട്ടറി റോഡ് അവസാനിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 34 ലക്ഷം രൂപ ചിലവഴിച്ച് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. വിവിധ ഭാഗങ്ങളിൽ കലുങ്ങുകൾ നിർമ്മിക്കുകയും പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ടൈൽ വിരിക്കുകയും ചെയ്തു. പണി പൂർത്തിയാക്കിയ റോഡ് തുറന്നു കൊടുക്കാത്തതുകൊണ്ട് ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായി. ഈ സാഹചര്യത്തിൽ റോഡ് തുറന്നു നൽകാത്തതിന് അധികാരികളെ നന്നായി വിമർശിച്ച ശേഷം LDF ഉദ്ഘാടനം പൂർത്തിയാക്കി. ശേഷം ഗതാഗതത്തിനായി റോഡ് തുറന്നു നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പ്രവർത്തകരുമെല്ലാം ഈ പട്ടണത്തിലെ ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അഡ്വാൻസായി ഈ റോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനം നാം എടുത്തിട്ടുള്ളത്. 1 മണിക്കൂർ കഴിഞ്ഞു. LDF പോയി, UDF വന്നു. മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിലായിരുന്നു അടുത്ത ഉദ്ഘാടനം. ഒപ്പം LDFനെതിരെ രൂക്ഷമായ വിമർശനവും. CPMകാർക്ക് ആർക്കെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി അനുവദിച്ച പൈസയാണ്, റോഡാണ്, ഞങ്ങൾക്ക് അതൊന്ന് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന്, അതിയായ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത് ഒരു കാരണവശാലും ഞങ്ങൾ ഇങ്ങനെ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി വെപ്രാളം കൂട്ടുന്നവരല്ല. ഇനിയിപ്പോൾ എനിക്ക് സംശയം, മൂവാറ്റുപുഴയിലെ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഉദ്ഘാടനം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ടതില്ല എന്നൊരു നയം CPMനുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവരെ ക്ഷണിക്കുന്നത് ഇങ്ങനെ ചെറിയ 30 ലക്ഷം രൂപയുടെ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വരണ്ട. ഇവിടെ ഉദ്ഘാടനം ചെയ്ത സഖാവിനെ 2 വലിയ ബൃഹത്തായ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ ബാക്കിയുണ്ട്. സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് LDF പ്രവർത്തകരും MLAക്കും ജനപ്രതിനിധികൾക്കും അഭിവാദ്യമർപ്പിച്ച് UDF പ്രവർത്തകരും സ്ഥലത്ത് ഫ്ലെക്സ് സ്ഥാപിച്ചു. ഇരുകൂട്ടരും മാറി മാറി ഉദ്ഘാടനം നടത്തിയെങ്കിലും പ്രദേശവാസികളെയോ വാഹനയാത്രക്കാരെയോ ഇതൊന്നും ബാധിച്ചില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, നഗരത്തിലെ ഗതാഗതക്കുരുക്കൊന്ന് മാറിക്കിട്ടിയാൽ മതി എന്നാണ് പൊതുജനങ്ങളുടെ പക്ഷം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സ്നേഹമോൾ നൈനാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്നേഹ അവസാനം പറഞ്ഞ ആ കാര്യം തന്നെയാണല്ലേ, ജനങ്ങൾക്കൊന്ന് അതുവഴി സമാധാനത്തോടെ പോയാൽ മതി. ഗതാഗത കുരുക്ക് കാരണം കഷ്ടപ്പെടുകയായിരുന്നു ഈ റോഡ് തുറക്കാത്തത് കൊണ്ട്. ആരെങ്കിലും ഒന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് അതൊന്ന് തുറന്നു കിട്ടിയാൽ മതി എന്നതായിരുന്നു ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അല്ലേ. എന്തായാലും പ്രദേശവാസികൾ ആര് വന്ന് ഉദ്ഘാടനം ചെയ്താലും പ്രദേശവാസികൾക്ക് സമാധാനമായിട്ടുണ്ടല്ലേ സ്നേഹ? ഒരേ റോഡിന്റെ പേരിൽ രസകരമായ സംഭവമാണ് മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം നടന്നത്. മൂവാറ്റുപുഴയിലെ റോട്ടറി റോഡിന്റെ ഉദ്ഘാടനം, അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയാക്കിയ റോഡായിരുന്നു. ഇതിന്റെ ഉദ്ഘാടനമായിരുന്നു 2 പാർട്ടികൾ ചേർന്ന് നടത്തിയതെന്നാണ്. അപ്പോൾ ഈ റോട്ടറി റോഡ് ആരംഭിക്കുന്നത് വൺ വേ ജംഗ്ഷൻ മുതലാണ്, അവസാനിക്കുന്നത് എവറസ്റ്റ് ജംഗ്ഷൻ വരെ. അങ്ങനെ ഒറ്റവരി പാതയായിട്ടായിരുന്നു ഈ റോഡ് പോയിക്കൊണ്ടിരുന്നത്. ഈ റോഡ് വലിയ അപകടം നിറഞ്ഞൊരു റോഡായിരുന്നു. ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഈ കാൽനട യാത്രക്കാർക്കാണെങ്കിലും വാഹനയാത്രക്കാരാണെങ്കിലും നടക്കാനോ അതിലേക്കൂടെ ഒന്ന് സഞ്ചരിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ 34 ലക്ഷം രൂപ ചിലവഴിച്ച് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ പൂർത്തിയായത്. ഈ റോഡിൻ്റെ കുഴികളൊക്കെ അടയ്ക്കുകയും ടൈല് വിരിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. പക്ഷേ ഈ പണികൾ പൂർത്തിയാക്കി അതിനുശേഷവും ഈ റോഡ് തുറന്ന് നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് ഗതാഗത കുരുക്ക് വലിയ രീതിയിൽ തന്നെ രൂക്ഷമായിരുന്നു. അപ്പോൾ ഈ പണി പൂർത്തിയാക്കിയിട്ടും എന്തുകൊണ്ട് ഈ റോഡ് തുറന്നു കൊടുക്കുന്നില്ല എന്നൊരു ചോദ്യം LDFിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണ് LDF പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം രാവിലെ ആ റോഡിലെത്തി ഉദ്ഘാടനമൊക്കെ നടത്തി. ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ അഭിവാദ്യം ഒക്കെ അർപ്പിച്ചും പിന്നെ UDFന് നേരെ വിമർശനം ഉന്നയിച്ചും അതോടൊപ്പം തന്നെ ഈ റോഡ് തുറന്നു നൽകാത്ത അധികാരികൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഒക്കെ ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ റോഡ് അവർ തുറന്നു നൽകുകയും പിന്നീട് ഗതാഗതം സുഗമമാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ LDF ഒന്ന് ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് UDFന്റെ ഒരു വരവ് എന്നത്. അപ്പോൾ സ്ഥലം MLA മാത്യു കുഴൽനാടനും മറ്റ് ജനപ്രതിനിധികളും ഒക്കെയാണ് അവിടെ എത്തിയത്. അവിടെ വന്ന് ഈ പറഞ്ഞ പോലെ തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായി. മാത്രമല്ല MLAയുടെ പ്രസംഗത്തിൽ MLA പറഞ്ഞിരുന്നത് ഈ മൂവാറ്റുപുഴയിലുള്ള ഇനി വരുന്ന ഉദ്ഘാടനങ്ങളെല്ലാം തന്നെ LDFനെ കൊണ്ട് ചെയ്യിക്കാം എന്ന തരത്തിലുള്ള ഈ വിമർശനങ്ങൾ. എന്തായാലും 2 കൂട്ടരും LDFും UDFും വന്ന് ഉദ്ഘാടനം ചെയ്തു. 2 കൂട്ടരും ഹാപ്പി ആയി കാണും.